Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ all-in-one ഇങ്ക് ടാങ്ക് ന്യൂ A3 പ്രിന്ററായ എപ്സൺ L14150 എന്ന പ്രിന്ററിന്റെ അൺബോക്സിംഗും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിർബന്ധമായി നിങ്ങൾ അടുത്തുള്ള ഓതറൈസ്ഡ് എപ്സൻ്റെ സർവീസ് സെൻറ്ററുമായി ബന്ധപ്പെട്ട് ഈ പ്രിൻ്റർ രജിസ്റ്റർ ചെയ്യണം. നിങ്ങളെ പ്രിൻ്റർ അവർ വന്നാണ്ട് ഇത് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും ഡെമോൺസ്ട്രേഷനും എല്ലാം തരുന്നതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് വാറൻറ്റി കാര്യങ്ങളെല്ലാം കിട്ടുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പ്രിൻ്ററിന് 001 എന്ന സീരീസ് ഉള്ള എപ്സൻ്റെ ഇങ്ക് കോഡ് വരുന്ന ഇങ്ക് ബോട്ടിലാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സിൻ്റെ പുറത്ത് തന്നെ ഏകദേശം ഇതിൻ്റെ ചെറിയ സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എപ്സൺ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത സ്റ്റാർട്ടിംഗ് മോഡലായിട്ടുള്ള A3 all-in-one പ്രിൻ്റർ ഇങ്ക് ടാങ്ക് പ്രിൻ്ററാണ് എപ്സൻ്റെ L14150 എന്ന ഈ മോഡൽ. ഓക്കെ, ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 001 എന്ന ഇങ്ക് കോഡുള്ള ഇങ്കുകൾ മാത്രമേ ഇതിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വേറെയും എപ്സൻ്റെ സീരീസ് ഇങ്കുകൾ വേറെയും വരുന്നുണ്ട്. അതൊന്നും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. ബോക്സിൽ തന്നെ ഇതിൻ്റെ ഏകദേശം ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് പ്രിൻറ്റ് ചെയ്യാം, ഫാക്സ് ഉണ്ട്, കാര്യങ്ങളും all-in-one A3 പ്രിൻറ്റ് ചെയ്യാമെന്നൊക്കെ ബോക്സിൽ തന്നെ ഏകദേശം കൊടുത്തിട്ടുണ്ട് ഫീച്ചറും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് കെയർ ആയിട്ട് ചെയ്യണം. ഓക്കെ, യെസ്, ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ തന്നെ നമുക്ക് ഡ്രൈവർ സൈഡ് യൂസർ മാനുവലുള്ള ഒരു കിറ്റാണ് കാണാൻ കഴിയുന്നത്. ഇത് പവർ കേബിൾ, പ്രിൻ്ററിലേക്ക് പവർ കൊടുക്കുന്ന കറണ്ട് കൊടുക്കുന്ന കണക്ട് കേബിളാണത്. ഇവിടെ തന്നെയാണ് ഇങ്ക് ബോട്ടിൽസുകളും വരുന്നത്. ഇത് കണ്ടില്ലേ, 4 ഇങ്ക് ബോട്ടിൽസാണ് വരിക. ബ്ലാക്ക്, സിയാന്, മജന്ത, യെല്ലോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂസർ മാനുവലും പിന്നെ പ്രിൻ്ററിൻ്റെ ഡ്രൈവർ സീഡിയുമാണ്. ഡ്രൈവർ സീഡി കളയരുത്, കാരണം ഇത് നെറ്റ്വർക്കുള്ള പ്രിൻ്ററാണ്. അപ്പോൾ നെറ്റ്വർക്ക് ചെയ്യാൻ ഏറ്റവും സുഖം ആ ഡ്രൈവർ സീഡി ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഈ കാണുന്നത് പ്രിൻ്ററിൻ്റെ USB കേബിളാണ്. പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ വയർഡായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിളാണ് ഇത്. ഓക്കെ, ഇനി വേറെ ഇതിൽ വേറെ ഒന്നും കാണാനില്ല. ആ 2 സൈഡിലുള്ള തെർമോകോപ്പീസുകൾ ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ഈ പ്രിൻ്റർ നമുക്ക് ബോക്സിൽ നിന്ന് പുറത്തോട്ട് വെക്കാം. വെക്കുന്ന സമയത്ത് താഴെ നമുക്ക് ഇങ്ങനൊരു കേബിൾ കാണാൻ കഴിയും. ഇത് ലാൻഡ് കേബിൾ നമ്മൾ ഫാക്സിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ പ്രിൻ്റർ നമുക്ക് ട്രാൻസ്പോർട്ടിങ്ങിന് വേണ്ടി നമുക്ക് ഡസ്റ്റ് ഒന്നും വരാതെ കൂടെ കിട്ടുന്ന കവറാണിത്. ഇതേപോലത്തെ ഒരു കവറാണ് നേരത്തെ കണ്ട കവർ. ഇതേപോലെ പാക്ക് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഈ കവർ ഒഴിവാക്കാം. ഏകദേശം ഞാൻ ആ കവർ ഒഴിവാക്കി. ഇനി ഈ കാണുന്ന ബ്ലൂ സ്റ്റിക്കറുകൾ, ഈ ബ്ലൂ ടാപ്പുകൾ നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ 1 by ആയിട്ട് ഞാനിത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിമൂവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രിൻ്ററിന് ഡാമേജ് കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരിക്കലും സെൽഫായിട്ട് ഇത് അൺബോക്സ് ചെയ്ത് ഫസ്റ്റ് സെറ്റപ്പ് ഇൻസ്റ്റാളേഷനൊന്നും ചെയ്യരുത്. നിങ്ങൾ അടുത്തുള്ള ഓതറൈസ്ഡ് എപ്സൻ്റെ സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് അവർ ടെക്നീഷ്യൻ, ഒരു എഞ്ചിനീയർ വന്നാണ് നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് ചെയ്ത് തരും. ഈ സമയത്ത് നമ്മൾ ഒരിക്കലും പ്രിൻ്റർ പവർ ഓൺ ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ സ്കാനർ മൊഡ്യൂളിൻ്റെ താഴെ കാണുന്ന ഈ സ്റ്റിക്കേഴ്സും റിമൂവ് ചെയ്യണം. കണ്ടില്ലേ, എങ്കിൽ മാത്രമേ കാരേജ് കറക്റ്റ് നീങ്ങുകയുള്ളൂ. ഇവിടെ ഇതേപോലത്തെ ഒരു സ്റ്റിക്കർ ഉണ്ട്. നമുക്ക് ഇൻ കേസ് നിങ്ങൾ ട്രാൻസ്പോർട്ടിങ്ങിന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ലോക്കാണ്, ഇങ്ക് ഫ്ലോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ലോക്കാണ് ആ കാണുന്ന ബ്ലൂ ലിവർ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. ഏകദേശം സ്കാനറിൻ്റെ ഗ്ലാസ്സുമ്മിലും ഏകദേശം ഇതേപോലത്തെ 2 സ്റ്റിക്കറുകൾ വരുന്നുണ്ട്. അത് ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ആ ബ്ലൂ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിൽ റിയർ ട്രാൻഡ് അവിടെയും ഇതേപോലെ സ്റ്റിക്കർ ഉണ്ട്. അത് റിമൂവ് ചെയ്യുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇതിലേക്ക് ഇങ്ക് റീഫില്ല് ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ടാങ്ക് എംറ്റി ആണ്. അപ്പം ഇങ്ക് റീഫിൽ ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്.
ഒരിക്കലും ഇതിൻ്റെ മുമ്പ് ഒരിക്കലും പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടില്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇങ്ക് റീഫില്ലിംഗ് ആണ്. ഇനി നിങ്ങൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്ന സമയത്തും ഒരിക്കലും വില കുറഞ്ഞ ഇങ്കോ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നും കഴിയുന്നത് ഇങ്ക് വാങ്ങാതിരിക്കാൻ നോക്കുക. ഒറിജിനൽ ഇങ്ക് തന്നെ ചോദിച്ച് നിങ്ങൾ അടുത്തുള്ള കമ്പ്യൂട്ടർ ഷോപ്പിൽ പോയിട്ട് ഒറിജിനൽ ഇങ്ക് തന്നെ ചോദിച്ച് വാങ്ങണം. ഓക്കെ, ഓൺലൈനിൽ നിന്നാകുമ്പോൾ പല തട്ടിപ്പുകൾക്കും വിധേയനാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാറണ്ടി കട്ടാവുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ക് നിറക്കാൻ ഞാൻ ആദ്യം ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ശേഷം അതിലവിടെ ഓരോരോ കളർ കോഡുകൾ കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. ലെഫ്റ്റ് സൈഡിൽ നിന്നും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലാക്ക് ഇങ്കിൻ്റെ ടാങ്കാണ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഇങ്കിൻ്റെ ബോട്ടിൽ എടുത്തതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇറക്കിന്ന് ഇൻസേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫില്ലാവുന്നതാണ്. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, പക്ഷേ പ്രസ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കാണ് ഫില്ലാവുന്നത്. ഇപ്പോൾ നമുക്ക് താഴെ ടാങ്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും ടാങ്കിൽ ഇങ്ക് നിറയുന്നത് കാണാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾ പ്രിൻ്റർ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും ശരി, ഇവിടെ നോക്കിയിട്ടാണ് നമുക്ക് ഇങ്ക് ലെവൽ അറിയാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും പ്രിൻ്റർ ഇങ്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു തരില്ല. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മൾ ബ്ലാക്ക് ഇങ്ക് ഫുൾ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ടാങ്കിൽ ഏകദേശം ഫുൾ ഇങ്കും ഫില്ലായിട്ടുണ്ട്. കണ്ടില്ലേ, ടാങ്കിൻ്റെ കളർ മാറിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് സിയാനാണ്. കളറുകളിലെ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് സിയാനാണ്. ഓക്കെ, അപ്പോൾ സിയാൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് സിയാൻ്റെ ബോട്ടിൽ ജസ്റ്റ് അത് നേരത്തെ ബ്ലാക്ക് ഫില്ല് ചെയ്ത പോലെ തന്നെ ഇതും അതേപോലെ തന്നെ ജസ്റ്റ് അതിലേക്ക് ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫില്ലായിക്കൊണ്ടിരിക്കും. ഈ വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ക് ഫില്ലാവില്ല, കുറച്ച് സമയം പിടിക്കും. ഒരു 10-15-20 സെക്കൻഡ് പിടിക്കും. ഞാൻ പിന്നെ ജസ്റ്റ് കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടാണ്, അതായത് പെട്ടെന്ന് നമുക്ക് ഈ വീഡിയോ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു മോഡലിനെ അപേക്ഷിച്ച് പ്രിൻ്ററിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ സിയാൻ കൊണ്ടുപോയിക്കാണ്ട് മറ്റേ ടാങ്കിലൊന്നും ഫില്ല് ചെയ്യാൻ സാധിക്കുകയില്ല. അത് ഇതിൻ്റെ ഒരു പുതിയ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഇതിന് മുമ്പത്തെ മോഡലുകളൊക്കെ പല കസ്റ്റമറും അറിയാതെ ഇങ്ക് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വാറണ്ടി പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ അടുത്ത ഇങ്കായ മജന്ത ഫില്ലായിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ലാസ്റ്റത്തെ ഇങ്ക് യെല്ലോ ആണ് വരുന്നത്. അപ്പോൾ യെല്ലോൻ്റെ ബോട്ടിൽ എടുത്തു. അത് അതേപോലെ തന്നെ ഞാൻ നേരത്തെ എല്ലാം ഫില്ല് ചെയ്തപ്പോൾ അതേ മെത്തേഡ് തന്നെയാണ് ഇതും ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അൺബോക്സിങ് കഴിഞ്ഞു. നമ്മളെ ഫസ്റ്റത്തെ ഇങ്ക് റീഫില്ലിങ് ആ മെത്തേഡും ഏകദേശം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രിൻ്റർ നമുക്ക് ഓൺ ചെയ്യാം. ഓക്കെ, അല്ലാതെ ഒരിക്കലും ഇങ്ക് ഫില്ല് ചെയ്യാതെ പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടില്ല. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ പമ്പിങ് മെത്തേഡ്, അതായത് ഫസ്റ്റത്തെ ഒരു ഇൻസ്റ്റാളേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. ഈ ടാങ്കിൽ നിന്നും ട്യൂബിലൂടെ ഇങ്ക് ഹെഡിലേക്ക് എത്തുന്ന പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കില്ല. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ പ്രിൻ്ററിന് ഒന്നെങ്കിൽ ബ്ലാങ്ക് പേജ് അല്ലെങ്കിൽ പല എറേഴ്സും കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തുള്ള സർവീസ് സെൻ്ററുമായിട്ട് ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യണം, ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻ്ററിലേക്ക് പവർ കേബിൾ കണക്ട് ചെയ്ത് പ്രിൻ്റർ ഞാൻ ഓൺ ചെയ്തു. ഈ ഫസ്റ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് പ്രിൻ്റർ ഒരിക്കലും അത് ഫസ്റ്റത്തെ ഇൻസ്റ്റാളേഷൻ പൂർത്തീകരിക്കാതെ ഓട്ടോമാറ്റിക് ഓഫ് ആകാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് കാണിക്കുന്നത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ്. അത് ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ റീജിയൻ അല്ലെങ്കിൽ കൺട്രി ഏതാണെന്നുള്ളത് ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുന്നു. എവിടെ ഇന്ത്യ? യെസ്. പിന്നെ ഡേ ലൈറ്റ് സെയിം ടൈം, അത് ജസ്റ്റ് ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ഡേറ്റ് ഫോർമാറ്റാണ് ഈ ചോദിക്കുന്നത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഇന്നത്തെ ഡേറ്റ്, നമ്മുടെ കറൻറ്റ് ഡേറ്റ് എത്ര എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. വെരി സിമ്പിളാണ്. കാരണം എന്താ വെച്ചാൽ ഈ മോഡലിന് ഞാൻ പറഞ്ഞു ഫാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം ഡേറ്റും ടൈമൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ഡേറ്റായ ടൈപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ ഡേറ്റ്. ഡേറ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ചോദിക്കുന്നത് ടൈം ഫോർമാറ്റാണ്. ഇതിന് ശേഷം അത് സെലക്ട് ചെയ്ത് ഇതിൽ ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോഴത്തെ കറൻറ്റ് ടൈം അതിൽ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പ്രോസസ്സിംഗ് എന്നുള്ളൊരു മോഡിലേക്ക് പോകും. ഇപ്പോൾ പ്രിൻ്റർ ജസ്റ്റ് ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ്, അതായത് ഫസ്റ്റത്തെ ഇനീഷ്യലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഡിസ്പ്ലേയിൽ ഒരു മെസ്സേജ് വരുന്നത് കാണാൻ സാധിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും.
അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ പോലത്തെ ഒരു ഇൻഡിക്കേഷൻ കണ്ടില്ലേ, ആ ബട്ടൺ ഒരു 5 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ആ സമയത്ത് ഇതേപോലെ ഒരു കമാൻഡ് ചോദിക്കും, അവിടെ പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ട് ഇനീഷ്യലൈസേഷൻ എന്നാണ് ചെയ്യുന്നത്. ഡൺ എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ പ്രോസസ്സിങ് കണ്ടില്ലേ, ഇതിൻ്റെ ഫസ്റ്റ് ഇങ്ക് ചാർജിങ്, അതായത് നമ്മുടെ ടാങ്കിൽ നിന്നും ട്യൂബിലേക്കുള്ള ഇങ്ങനെ ട്യൂബ് വഴി ഹെഡിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10 മിനിറ്റോളം ഉണ്ടാവും. അപ്പോൾ 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് ഒരിക്കലും പ്രിൻ്റർ ഓട്ടോമാറ്റിക് ഓഫ് ആവാനോ അല്ലെങ്കിൽ നമ്മൾ പവർ ഷട്ട് ഡൗൺ ചെയ്യാനോ പാടില്ല. മാനുവലായിട്ടോ ഓട്ടോമാറ്റിക്കോ ഓപ്പറേറ്റോ പ്രിൻ്റർ ഓഫ് ചെയ്യാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റത്തെ ഇൻസ്റ്റാളേഷൻ എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം നമ്മളെ ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ സെറ്റപ്പ് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. യെസ്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനീഷ്യലൈസേഷൻ കംപ്ലീറ്റ് എന്നുള്ള കണ്ടില്ലേ. ഇനി നെക്സ്റ്റ് അതിൻ്റെ താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അഡ്ജസ്റ്റ് നമുക്ക് തൽക്കാലം ക്ലോസ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ ചോദിക്കുന്നത് ഫാക്സ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്, അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, പിന്നെ പേപ്പർ സൈസാണ്, കാരണം ഇതിന് ട്രേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അത് നമുക്ക് ഇവിടെ അല്ലെങ്കിൽ ഇനി നമുക്ക് പേപ്പർ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ഇത് ഫാക്സ് സെറ്റ് ചെയ്യണമെന്നുള്ള അത് ജസ്റ്റ് വേണ്ട എന്നുള്ളത് കൊടുത്തുകൊണ്ട് ക്ലോസ് ചെയ്യുക. യെസ്, ഇപ്പം നമ്മളെ ഇൻസ്റ്റാളേഷൻ ഫസ്റ്റത്തെ പ്രിൻ്ററിൻ്റെ ഇൻസ്റ്റാളേഷൻ മെത്തേഡ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു എററൊന്നും ഉണ്ടായിട്ടില്ല. ഇനി സാമ്പിളിന് നമുക്ക് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അത് ഞാൻ ആദ്യം ഒരു ഫോട്ടോസ്റ്റാറ്റാണ് എടുക്കുന്നത്. അതായത് സെറോക്സ് എന്ന് പല ആൾക്കാരും പറയും. അതാണ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോവുകയാണ്. ഞാൻ സ്കാനറിൽ ഡോക്യുമെൻറ്റ് ടെസ്റ്റ് എന്ന് എഴുതി ഡോക്യുമെൻറ്റ് വെച്ചു. എന്നിട്ട് റിയർ ട്രയൽ ബാക്കിലെ ട്രയൽ ഞാൻ എന്ത് ചെയ്തു, ഒരു പേപ്പർ വെച്ചതിന് ശേഷം ഇവിടെ കോപ്പി എന്നുള്ള മോഡ് സെലക്ട് ചെയ്തു. അതിന് ശേഷം താഴെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് കോപ്പി മോഡിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഞാൻ അപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ അടുത്ത് കളർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ കളറിൽ വരും. ഈ കോപ്പി എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് വരാൻ പോവുകയാണ്. കാണാം നമുക്ക്. പേപ്പർ പിക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, പ്രിൻറ്റ് ചെയ്തത് പുറത്തോട്ട് വരുന്നു. നോക്കാം. യെസ്, ഞാനവിടെ എഴുതിയ ടെസ്റ്റ് എന്നുള്ള ഡോക്യുമെൻറ്റ് നമുക്ക് പേപ്പറിൽ ഇതാ ഫോട്ടോ കോപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഡ്രൈവർ സൈഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്നും ഞാൻ കണക്റ്റ് ചെയ്തു. അവിടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. അതിൻ്റെ റൈറ്റ് ബട്ടൺ നോക്കി പ്രിൻ്റർ പ്രോപ്പർട്ടീസിൽ പോയി അവിടെ താഴെ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ള കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഏകദേശം നമ്മളെ പ്രിൻറ്റും വരുന്നുണ്ട്, ടെസ്റ്റ് പേജും പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. അതിനാണ് എപ്സൺ സ്കാൻ ടു പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യുന്നത്. ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന പ്രിവ്യൂ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്തു. ഞാൻ അവിടെ സ്കാനറിൽ ഒരു ഡോക്യുമെൻറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണോ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്തതെല്ലാം കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.